അത് നിന്നെയോ എന്നെയോ അല്ല, അവളുടെ അമ്മയാ, സമൃദ്ധ. സമൃദ്ധയ്ക്ക് തിരിച്ചു അങ്ങനെ തന്നെയാ. പലവട്ടം എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവള് ജന്മം കൊടുത്ത അല്ലെങ്കിലും അതിനേക്കാൾ വലിയ ബന്ധമാ അവര് തമ്മിലുള്ളത്. അതുകൊണ്ട് ഗൗരിമോളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ലോകം ഇടിഞ്ഞു വീണാ പോലും സമൃദ്ധ ഗൗരിമോളെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ഗൗരിമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവളിതൊന്നും അറിയരുത്. മോള് മാത്രമല്ല, ഇവിടെ അമ്മയും ശിശിരേച്ചിയും ആരും ഇതറിയരുത്. അത് സച്ചി ഒന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ താനും കേട്ടതല്ലേ? അവർക്കെല്ലാം മനസ്സിലായി കാണും. എല്ലാം മനസ്സിലായിക്കോട്ടെ. പക്ഷെ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം മാത്രം ഗൂഗിളിന്റെ മനസ്സിൽ രഹസ്യമായിട്ട് എന്നെ ഇരിക്കട്ടെ. എന്റെ ഗൗരിമോൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ഗൂഗിൾ ആരോടും ഇത് പറയരുത്. എന്റെ സച്ചേട്ടന്റെ സ്വന്തമാണ് ഞാനെന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും എനിക്കറിയാം. പക്ഷെ ഗൗരിമോള് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവളുടെ അമ്മയായി ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഗൂഗിള് പറയാ, കോടതിയിൽ ഞാൻ എന്താ പറയണ്ടേ? ആരെ ഉപേക്ഷിക്കണം, ആരെ സ്വീകരിക്കണം? കോടതിയിൽ എന്ത് പറയണമെന്നൊക്കെ തനിക്ക് തീരുമാനിക്കാം. ഇനി എന്ത് തീരുമാനം എടുത്താലും ഞാൻ തന്നെ കുറ്റം പറയില്ല. പക്ഷേ എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്ത് തീരുമാനം എടുക്കുമ്പോൾ മനസ്സിൽ എൻ്റെ ഗൗരിമോടെ മുഖം ഒരിക്കലെങ്കിലും ഓർത്തേക്കണം. കാരണം അവളുടെ ജീവൻ ഇപ്പൊ തൻ്റെ കയ്യില. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോകുന്നത്. എല്ലാരും ഒന്ന് കരുതിയിരിക്കണം. എങ്ങോട്ടാണ് സാർ പോകുന്നത്? സൂതം മേനോന്റെ ഫ്ളാറ്റിലേക്കാ. അനിരുദ്ധം കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ അയാൾ ആ ഫ്ളാറ്റിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഡോക്യുമെന്റ്സ് എടുക്കാൻ നമ്മൾ എത്തുന്നതിന് മുമ്പേ മറ്റു പലരും അവിടെ എത്തിയേക്കാം. അവരെ നേരിടാനുള്ള കരുതലോട് കൂടി വേണം നമ്മൾ പോവാൻ. ഞങ്ങൾ എന്തിനു റെഡിയാണ് സാർ. ദെൻ കം ഓൺ. വക്കീലെ, ഇത് നോക്കിയേ. ഇത് ഓക്കെയാണ് മാഡം. സന്ദീപേ, നീ മൂർത്തി ഒന്ന് വിളിച്ചു നോക്ക്. പെട്ടെന്ന് വരാൻ പറ. ശരി എടുത്തി. ഹലോ. വാട്ട്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മാഡം, എന്തു പറ്റി? എന്താ പ്രശ്നം? വീണ്ടും പണി കിട്ടിയല്ലോ വക്കീലെ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്ന സുഗതമേനോൻ തന്നെയാ. രാജീവ് ചെന്ന് വിളിച്ചപ്പോ വെറുതെ കൈയും വീശി ഇറങ്ങി തിരിച്ചതല്ല ഈ സുഗതമേനോൻ. ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? എനിക്കെതിരെ നിർണായകമായ പല തെളിവുകളും ആ സുഗതമേനോന്റെ കയ്യിലുണ്ട്. അയാൾ നേരത്തെ താമസിച്ച പഴയ ഫ്ലാറ്റിൽ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ തെളിവുകൾ ശേഖരിക്കാൻ രാജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മാഡം, ഒരു കാരണവശാലും ആ തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. എന്ത് ചെയ്തിട്ടായാലും ആ തെളിവുകൾ നമുക്ക് തന്നെ ആദ്യം കിട്ടണം. സന്ദീപേ, സന്ദീപേ. എഴുതി. മൂർത്തി കിട്ടിയോ? കിട്ടി, ഇപ്പൊ എത്തും. നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു ജോലിയുണ്ട്. നീ മൂർത്തിയും കൂട്ടി സുഗതമേനോന്റെ പഴയ ഫ്ലാറ്റിലേക്ക് പോണം. എന്താ എഴുതി? എനിക്കെതിരെ കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരുപാട് തെളിവുകൾ ആ സുഗതൻ മേനോൻ ആ ഫ്ലാറ്റിന്റെ ലോക്കറിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോലീസ് എത്തും മുമ്പേ അത് പോയി എടുക്കണം. നമുക്ക് കിട്ടുന്നതിന് മുൻപ് പോലീസിന് അത് കിട്ടിയ അപകടമാ. ഞാൻ മൂർത്തിയും കൂടി ഉടനെ അവിടെ എത്താൻ എടുത്തി.
അല്ല മാഡം, ഈ വിവരങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മാഡത്തിന് എങ്ങനെയാണ് കിട്ടുന്നത്? കാശറിഞ്ഞാൽ അത് നക്കുന്ന പട്ടികൾ ഏത് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് വക്കീലെ. ആ തെളിവ് പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ അവിടെ തീരും അവന്തികയുടെ ജന്മം. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. മാഡം വിഷമിക്കണ്ട. സന്ദീപും മൂർത്തിയും കൂടി പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അത് എടുത്തുകൊണ്ടുവരും. അതോടെ ഈ കേസ് നമ്മൾ ജയിക്കും. പിന്നെ മാഡത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്തേ ആലോചിക്കുന്നേ? ഗൗരിമോളെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു ഭയം. സമൃദ്ധ ഇവിടുന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകുമെന്നാണോ? എന്നായാലും അത് സംഭവിക്കേണ്ടതല്ലേ അമ്മേ? എടാ, ഗൗരിമോൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാ? അത് നിന്നെയോ എന്നെയോ അല്ല, അവളുടെ അമ്മയാ, സമൃദ്ധ. സമൃദ്ധയ്ക്ക് തിരിച്ചു അങ്ങനെ തന്നെയാ. പലവട്ടം എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവള് ജന്മം കൊടുത്ത അല്ലെങ്കിലും അതിനേക്കാൾ വലിയ ബന്ധമാ അവര് തമ്മിലുള്ളത്. അതുകൊണ്ട് ഗൗരിമോളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ലോകം ഇടിഞ്ഞു വീണാ പോലും സമൃദ്ധ ഗൗരിമോളെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവില്ല. എന്റെ ഗൗരിമോള് ഇസബെല്ല പ്രസവിച്ച കുട്ടിയാ അല്ലേ ഗൂഗിൾ? സമൃദ്ധ താൻ? സമൃദ്ധയല്ല, അർച്ചന. ഒരു ഭർത്താവിന്റെ അവകാശവും അധികാരവും നീ അവളോട് കാണിക്കാത്തതാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അമ്മ പറഞ്ഞതാ ശരി. സമൃദ്ധ നിന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഗൗരിമോള് തന്നെയാ. അത് മനസ്സിലാക്കി നീ മുന്നോട്ട് പോയാ നിനക്ക് നല്ലത്. സമൃദ്ധിയുടെ കയ്യില ഗൗരിമോളുടെ ജീവനെന്ന് ഓരോ നിമിഷവും നീ അവളെ പറഞ്ഞു പഠിപ്പിക്കണം. അവള് ഗൗരിമോളെ ഉപേക്ഷിച്ചു പോയാ പിന്നെ മോള് ജീവിക്കില്ലെന്ന് ഓരോ നിമിഷവും അവൾക്ക് തോന്നണം. അത്രയെങ്കിലും ചെയ്യിക്കാൻ നിനക്ക് സാധിക്കില്ലേ? ഇനി നാളെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും മുൻപുണ്ടായിരുന്ന അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം അവൾക്ക് നീ കൊടുക്കരുത്. അതിനു മുൻപ് ഗൗരിമോള് നീയും അവളുടെ ജീവിതത്തിൽ പിടിമുറുക്കണം. അമ്മേ, എനിക്കത്രയും സ്വാർത്ഥനാവാൻ വയ്യ. ഭാര്യ എന്നത് ഒരാണിന് അധികാരവും അവകാശവും സ്ഥാപിക്കാൻ മാത്രമുള്ളൊരു വസ്തുവാണെന്ന് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് അവളോട് ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഇതുവരെ അവളോട് ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ചതിയായി പോവും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും നീ നിന്റെ മനസ്സിലെ തീരുമാനങ്ങൾ മാറ്റിയേ പറ്റൂ.